നമുക്ക് ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തിട്ടും ഈ കേൾ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു DIY ഫിറ്റ്നസ് ആൻഡ് ട്രാവൽ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഹോം വർക്കൗട്ട് സീരീസിലെ അടുത്ത മസിൽ ഗ്രൂപ്പായ ബൈസെപ്സും ഫോർ ആംസും നോക്കാം. അതായത് ബൈസെപ്സും ഫോർ ആംസും നമുക്ക് ബോഡി വെയ്റ്റും അല്ലെങ്കിൽ ഡംബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ബൈസെപ്സ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ശരിക്കും ബൈസെപ്സ് കേൾസ് ആണ്. അതായത് ആ കേൾസിനെ നമുക്ക് ബോഡി വെയ്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ബോഡി വെയ്റ്റ് വെച്ച് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് പുള്ളപ്പാണ്. പുള്ളപ്പ് നമ്മൾ ബാക്കിൽ നിൽക്കുന്നവരെ വൈഡായിട്ട് ഇങ്ങനെ പിടിക്കാതെ നമ്മൾ പുള്ളപ്പ് ബാറിൽ ഇങ്ങനെ കൈ കുറച്ച് ക്ലോസ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും മസിൽസിനാണ് ബൈസെപ്സിനാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അത് ഒരു ബോഡി വെയ്റ്റ് വർക്കൗട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ടേബിൾ അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ സ്ലാബ് പോലത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ ബോഡി വെയ്റ്റ് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ കിടക്കുക, സ്ലാബിൽ ഇതുപോലെ കൈ പിടിക്കുക, എന്നിട്ട് നമുക്ക് ബൈസെപ്സ് കേളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ബൈസെപ്സ് കേളിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇതുപോലെ നമുക്ക് കേൾ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബൈസെപ്പ് നോർമലി നമ്മൾ ഒരു വെയിറ്റ് എടുത്ത് കേൾ ചെയ്യുന്ന അതേ എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഒരു ഡംബൽ വർക്കൗട്ടാണ്. നോർമൽ ബൈസെപ്പ് കേൾ നമുക്ക് ഡംബൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കേൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈ മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കൈ ഒരുപാട് ഇങ്ങോട്ട് വളഞ്ഞു പോകരുത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫോർ ആം ആയിരിക്കും കൂടുതൽ എൻഗേജ് ആണ്. അപ്പോൾ ഈ കൈ പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കൈ പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൈസെപ്സ് ആയിരിക്കും കൂടുതൽ എൻഗേജ് ആണ്. അതിൽ ഫോർ ആം അധികം എൻഗേജ് ആവത്തില്ല. നിങ്ങൾക്ക് ഫോർ ആം എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അകത്തേക്ക് റൊട്ടേഷൻ കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കൈ പുറത്തേക്ക് നിർത്തുന്നതാണ് നമുക്ക് ബൈസെപ്സ് കൂടുതൽ എൻഗേജ് ആവാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നോർമൽ ഇതെന്ന് പറയുന്നത് ബൈസെപ്സിൻ്റെ ഷോർട്ട് ഹെഡിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് നോർമൽ കേൾസ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഹാമർ കേൾസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ബൈസെപ്സിൻ്റെ പീക്കിന് വേണ്ടിയിട്ടുള്ള കേളാണുണ്ട്. നമ്മുടെ കൈക്ക് വിട്ട് കൂടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഹാമർ കേൾസ്. അപ്പം നോർമൽ കേൾ നമ്മൾ ഇങ്ങനെ ഡംബൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഹാമർ കേൾസിൽ നമ്മൾ ഇതുപോലെ ഡംബൽ പിടിച്ചിട്ട് ഇങ്ങനെയാണ് കേൾ ചെയ്യുന്നത്. അതും പരമാവധി ഇങ്ങനെ ആട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിനായിരിക്കും കൂടുതലും വർക്ക് കിട്ടുന്നത്. അപ്പോൾ എടുക്കാൻ പറ്റാവുന്നൊരു വെയിറ്റ് എടുത്തിട്ട് കൈ മൂവ് ചെയ്യാതെ ഇതുപോലെ നേരെ തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും കൂടുതൽ ബെറ്റർ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡംബൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തിട്ടും ബൈസെപ്സ് കേൾ ചെയ്യാം. എന്നിട്ട് നമ്മൾ നോർമൽ ബൈസെപ്സ് കേൾ ചെയ്യുന്ന പോലെ ഡംബൽ പിടിക്കുന്ന വേണ്ടി ബക്കറ്റിൻ്റെ ഗ്രിപ്പിൽ പിടിക്കുക, എന്നിട്ട് ഇതുപോലെ ബൈസെപ്സ് കേൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം നിറച്ചെടുത്തിട്ട് കേൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൂടുതൽ വെയിറ്റ് കൂട്ടണം എന്ന് തോന്നി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അതായത് നമ്മൾ കൂടുതൽ വെയിറ്റുള്ള ഡംബൽ എടുക്കുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് ഈ ബക്കറ്റിലെ വെള്ളം കൂട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വീട്ടിലിരിക്കുന്ന എന്ത് സാധനങ്ങൾ കൊണ്ടും നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പം ഡംബലോ റെസിസ്റ്റൻസ് ബാൻഡോ ഒക്കെ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ കേൾസ് എടുക്കാൻ വേണ്ടി ഡംബൽ ഇല്ല, ബോഡി വെയിറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അത്ര കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറയില്ല. കാരണം നമുക്കതിൻ്റെ ഡിഫിക്കൽറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ പവർ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ കേൾ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ കേൾ ചെയ്യുമ്പോഴത്തേക്കും മറ്റേ കൈ കൊണ്ട് താഴേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ കൈക്ക് താഴേക്ക് ബലം കൊടുക്കുക, ഈ കൈ കൊണ്ട് മുകളിലേക്ക് കേൾ എടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ഡംബൽ ഇല്ലാതെ തന്നെ നല്ലൊരു വെയിറ്റുള്ള ഡംബലിൻ്റെ കേൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ ബൈസെപ്സിൻ്റെ പീക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കേളാണ്. കോൺസെൻട്രേഷൻ കേൾ നമുക്ക് വേണമെങ്കിൽ ബെഞ്ചിൽ ഇരുന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നിന്നിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഒരു ഡംബൽ എടുക്കുക, അതുപോലെ കൈയുടെ പാമ്പിനകത്ത് ഇങ്ങനെ പിടിക്കുക, കൈ ഇങ്ങനെ പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഒരു പൊടിക്ക് ഇങ്ങനെ ഇതുപോലെ ബെൻഡ് ചെയ്ത് നിന്നിട്ട് ഇതുപോലെ കേൾ ചെയ്യാം. കേൾ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഡംബൽ എന്ന് പറയുന്നത് പുറത്തേക്ക്, അതായത് ഫോർ ആമിനെ എൻഗേജ് ചെയ്യിക്കാതെ കറക്റ്റ് ബൈസെപ്സിൻ്റെ പിക്കിന് ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതും ഈ കൈ പുറത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതും തമ്മിൽ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അതായത് ഇവിടുന്ന് എടുത്ത് മുകളിലേക്ക് വരുമ്പോൾ ഈ കൈ ഇങ്ങനെ പുറത്തേക്ക് തന്നെ ഇരിക്കുന്ന രീതിയിൽ എടുക്കുക. അപ്പം നമുക്ക് ആ മസിലിൻ്റെ കോൺസെൻട്രേഷൻ, കറക്റ്റ് മസിലിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് വേറൊരു ടൈപ്പിൽ നമുക്ക് കോൺസെൻട്രേഷൻ കേൾ ചെയ്യാം. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ സപ്പോർട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് നമ്മൾ ഇതുപോലെ കേൾസ് ചെയ്യും. ഇതുപോലെ കേൾ ചെയ്ത് നോർമലി എല്ലാവരും ഇവിടെ വരെ ഇങ്ങനെ കേൾ ചെയ്ത് നിർത്താറാണ് പതിവ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറുവിരലിൻ്റെ ഇവിടെ കൊണ്ട് പയ്യെ ഇങ്ങോട്ടൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺസെൻട്രേഷൻ ശരിക്കറിയാൻ പറ്റും. അതായത് ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് ഫോർ ആമിനുള്ള വർക്കൗട്ടാണ്. ഡംബൽ വെച്ചും സെയിം കാര്യം ചെയ്യാം. ഞാനിപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്ന എന്ത് വെയിറ്റ് വേണമെങ്കിലും, ഇപ്പോൾ ഇതുപോലെ ചെറിയ കട്ട വെച്ചിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ ഒരു 5 കിലോയുടെ ഒരു ചെറിയ കട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെക്കുക,
എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേൾ ചെയ്യുക. ഇങ്ങനെ കേൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഫോറാമിൽ നമുക്ക് ആ കോൺസെൻട്രേഷൻ അറിയാൻ പറ്റും. ഇങ്ങനെ കേൾ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ കേൾ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോറാമിൽ നമുക്കത് കിട്ടുന്നത് അറിയാൻ പറ്റും. നമുക്കിങ്ങനെ ഇരുന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ ബെഞ്ചിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഈ ഗ്രിപ്പ് എത്രത്തോളം ചെറുതാണ്, അതായത് നമ്മൾ വെറുതെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോറാമിൽ കിട്ടുന്നത് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മുടെ കൈ ചുരുട്ടി കഴിയുമ്പോൾ വരുന്നത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഡമ്പലിൻ്റെ ഗ്രിപ്പിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു ഡമ്പലാണെങ്കിൽ അതിൻ്റെ ഗ്രിപ്പിൽ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ അറിയാൻ പറ്റും. അപ്പം കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ചെറിയ സാധനം, അതായത് കയ്യിൽ ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സാധനമാണ് എപ്പോഴും ബെറ്റർ. ഫോറാമിന് നമ്മൾ ഇങ്ങനെ കേൾ ചെയ്തു, അത് നമുക്ക് ഈ ഭാഗത്തെ മസിൽ ഗ്രൂപ്പിലാണ് എഫക്റ്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മസിലിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് നേരെ റിവേഴ്സ് ഗ്രിപ്പിൽ പിടിച്ചിട്ട് അതുപോലെ റിവേഴ്സ് കള്ള് ഇതുപോലെ ചെയ്യും. അപ്പോൾ നമുക്ക് ഫോറാമിൻ്റെ 2 മസിൽ ഹെഡ്സിനും നമുക്ക് കറക്റ്റ് എഫക്റ്റ് കിട്ടും. നമുക്ക് എന്ത് വെയിറ്റ് മേടിച്ച് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബൈസെപ്സ് ആൻഡ് ഫോറാം ഹോം വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വർക്കൗട്ടുകൾ കണ്ടില്ലെങ്കിൽ ചെസ്റ്റ്, റൈസ്, ബാക്ക്, ബൈസ് ഇപ്പോൾ എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷോൾഡർ, ആപ്സ്, ലെഗ്സ് വീഡിയോകൾ അടുത്തായിട്ട് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.